പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട ഒരു ജനുവരി 17 ശനിയാഴ്ച, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 40 വർഷം അടിയൻ അങ്ങയുടെ തിരുസന്നിധിയിൽ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ വർഷാവർഷം ഞങ്ങൾ നടത്തിയ ലക്ഷോപലക്ഷം മനുഷ്യർ പങ്കിട്ട് പ്രാർത്ഥിച്ച ജപമാല ശക്തിയുടെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ. ഇന്നത്തെ ദിവസത്തിന് മുഴുവൻ വേദനകളെ, മുഴുവൻ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സുഖപ്പെടുത്തുന്ന കർത്താവേ, സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ട് എന്നെ സുഖമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കുഷ്ഠരോഗിയുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമുള്ളവനാവുകയെന്ന് നീ കുഷ്ഠരോഗിയോട് പറഞ്ഞു. വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് എനിക്ക് ആരുമില്ലെന്ന് ബെത്സയിദയിലെ രോഗി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിനക്കുണ്ടെന്ന് നീ മറുപടി പറഞ്ഞു. ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത്, പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്നുള്ള ചെയ്ത കർത്താവേ, നിന്റെ പേരാണ് ഞങ്ങളുടെ രക്ഷകൻ എന്നുള്ളത്. നിന്റെ രക്ഷയുടെ വലതുകരം ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബങ്ങളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ രക്ഷയുടെ ആണിപ്രതാർന്ന അത്ഭുതകരം രോഗങ്ങളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളും, അങ്ങയുടെ മക്കളെ ഇന്ന് ഒപ്പിടുന്ന ഓരോ രേഖകളും, അങ്ങയുടെ മക്കള് ഇന്ന് കൈമാറുന്ന രേഖകള് എല്ലാം നീ ആശീർവദിക്കണേ കർത്താവേ. ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മക്കൾ വേദനിക്കുന്ന വേദനകള്, വ്യക്തികളുടെ ഭീഷണികള്, ഓരോരോ കാര്യങ്ങള്, ടൈം ബൗണ്ടായിട്ട് നടക്കേണ്ട കാര്യങ്ങള്, രോഗബാധിതരെ, ടെസ്റ്റിന് ഓരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നവരെ, ബയോപ്സി കൊടുത്തിരിക്കുന്നവരെ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചേച്ചിമാരെ, ആശുപത്രിയിൽ പോകുന്നവരെ, മക്കൾ ആശുപത്രിയിൽ പോകുന്നവരെ, അവർക്കെല്ലാം ശുഭോദർക്കമായ മറുപടികളും റിസൾട്ടും കിട്ടാൻ, രോഗങ്ങളൊന്നുമില്ല, കുഞ്ഞും അമ്മയും സുഖമാണെന്ന് കേൾക്കാൻ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ ദിവസം അങ്ങയുടെ നാമത്തിൽ കൊതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ പ്രസാദിക്കട്ടെ, ദൈവത്തിൻ്റെ കരുണ പ്രസരിക്കട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഇന്ന് കയറുന്ന ഓഫീസുകൾ, ഇന്ന് കയറുന്ന എഴുതുന്ന പരീക്ഷകൾ, ഇന്ന് വരുന്ന റിസൾട്ടുകൾ, ഇന്ന് വരുന്ന ഇമെയിലുകൾ, ഇന്ന് വരുന്ന മറുപടികളെല്ലാം കർത്താവ് നിനക്ക് തരുന്ന അനുഗ്രഹമായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നീ സഞ്ചരിക്കുന്ന വഴികൾ, നീ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നീ സംസാരിക്കുന്ന വ്യക്തികൾ, നിനക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ, നീ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളും നിന്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വീശ്വരൻ നീക്കുക. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അത്ഭുതം നടന്നേ. മിറക്കിൾ എന്നതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വഴിനടത്തിൽ. അതായത് ഒരു മോള്, ഇപ്പോൾ എല്ലാ ദിവസവും ആൾക്കാരെ കാണുന്നുണ്ടല്ലോ, വ്യാഴാഴ്ചയും കാണത്തില്ല, ഞായറാഴ്ചയും കാണത്തില്ല, ബാക്കി എല്ലാ ദിവസവും കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നേരത്തെ അച്ഛൻ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. എനിക്ക് ചില സമയത്തേക്ക് എമർജൻസി ആയിട്ടൊക്കെ ചില സമയത്ത് ഞാൻ ആബ്സെൻ്റായി പോകും. എന്തെങ്കിലും ഭയങ്കര കൊടിയ ഉത്തരവാദിത്തം വരുമ്പോഴും അങ്ങനെ വരണത് കേട്ടോ, അല്ല ആവശ്യം ബോധപൂർവം സ്കൾക്ക് ചെയ്യത്തില്ല. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഞാനൊരു ചിലരൊക്കെ നമുക്കിതിൽ വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ ആൾക്കാരുടെ സങ്കടങ്ങൾ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് വിശ്വപ്രമാണം ചൊല്ലി, പിന്നെ അത് എൻ്റെ പ്രത്യേക പ്രാർത്ഥന ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കാതല്ലേ. അപ്പം ചില നിരീശ്വരന്മാരോ അല്ലെങ്കിൽ യുക്തിവാദികളോ അല്ലെങ്കിൽ വേറെ ഈ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇത് കാണുമ്പോൾ വേറെ അവർക്ക് അവർ പറയുന്നത് തട്ടിപ്പാണ് പറ്റിപ്പാണെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഇടും. ഞാനതൊന്നും ശ്രദ്ധിക്കത്തില്ല. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ബോധ്യങ്ങളിൽ എല്ലാം എൻ്റെ ആയിരക്കണക്കിന് നാടുകളിലെ അനുഭവങ്ങൾ കൊണ്ടല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഞാനൊന്നും ശ്രദ്ധിക്കത്തില്ല. കാര്യം എനിക്ക് ജനങ്ങളുടെ കണ്ണുനീര് ഈ ഉടമ്പടിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പും ഞാൻ ജനങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. അവിടെ കണ്ണുനീരും അവിടെ വിഷയങ്ങൾ കേൾക്കുകയും അപ്പം എൻ്റെ മനസ്സ് എപ്പോഴും അതിന് സമാധാനം ഉണ്ടാകണം, മനുഷ്യർക്ക് ആശ്വാസം ഉണ്ടാകണം. അത് ദൈവത്തിൽ തന്നെ വേണമെന്നാണ് എൻ്റെ നിർബന്ധം. അല്ലാതെ വേറെ ഒരു ആശ്വാസം അവർ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിലും തന്നെ വേണം. ദൈവത്തിൽ ഇതിനെല്ലാം ആശ്വാസം ഉണ്ട് എന്നുള്ള ബോധ്യം എനിക്ക് പണ്ട് മൂലം കിട്ടിയിട്ടുള്ളതാണത്. അതുകൊണ്ട് അപ്പം ഞാൻ ഈ വിഷയത്തിൽ കർത്താൻ ഇടപെടാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും എനിക്ക് യാതൊരുവിധ ആരും എന്നെ തടുക്കത്തില്ല. അത്രയും ആന്തരിക ബോധ്യത്തിലാണ് വിഷയം ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ സംഭവം ഉണ്ടായിട്ടാ, ഒരു മോള് അവളുടെ പിരിഞ്ഞുപോയ ഭർത്താവ് അയാൾ വേറെ കല്യാണം കഴിച്ചു. ഇപ്പം ഭയങ്കര സങ്കടവും വേദനയുമാണ്. അത് കേസായി. ആ കേസ് അവൾക്ക് ജയിക്കണം. അതിന് അവൾ എൻ്റെ അടുത്ത് ഈ ഭർത്താവിൻ്റെ ഫോട്ടോയാണ് തരണത്. അപ്പം അത് ആ കുഞ്ഞിൻ്റെ സങ്കടം കണ്ട നമ്മുടെ ചങ്കലച്ച് പോകും. ഞാനിത് മാതാവിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ എനിക്കൊന്ന് നോട്ട്
ഈ കുഞ്ഞ് തോക്കുമെന്നാണ്, കേസ് തോക്കുമെന്നാണ്. അപ്പം അതെനിക്ക് അതിനൊക്കെ കൂടുതൽ പ്രശ്നമായി. ഞാൻ മകളോട് പറഞ്ഞു, മകളെ ഈ കേസ് നീ തോക്കുമെന്നാണല്ല മനസ്സിലാക്കണത് കാര്യം. എന്നിട്ട് ഞാൻ കാര്യം അമ്മ എൻ്റെ മനസ്സിൽ തോന്നിച്ച കാര്യം ഞാൻ അവളോട് ചോദിച്ചു. പറഞ്ഞേ, നീ വേറെ ചെറുക്കനുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ കോടതി പ്രസൻറ്റ് ചെയ്യുമെന്നാണ് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എനിക്ക് കിട്ടിയ നോട്ട്, അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ കിട്ടിയ നോട്ട് അതാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ അവളോട് ചോദിക്കണത് ഭയങ്കര സങ്കോചത്തിലാണെങ്കിലും എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ കുഞ്ഞ് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, അച്ഛാ ഇത് ഇയാൾ പോയില്ല, അവർ വേറെ കല്യാണം കഴിച്ച് താമസിക്കുകയാണ്. ഞാനും അതുകൊണ്ട് എനിക്കും കല്യാണം കഴിക്കണമല്ല. വീട്ടുകാരപ്പോൾ ഒരു ആലോചന കൊണ്ടുവന്ന് ഞാൻ അങ്ങനെ ആ കല്യാണം സമ്മതിച്ചതാണ്. അപ്പം ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഫോട്ടോ നിന്നെ ചതിക്കും എന്ന് വെച്ചാൽ അപ്പോഴുടനെ അവൾ പറഞ്ഞ്, അത് അച്ഛൻ പറഞ്ഞു ശരിയാ, കാര്യം പിരിഞ്ഞു പോയ ഭർത്താവ് തന്നെയാണ് ഈ പുതിയ കല്യാണക്കാരി ആലോചിച്ച് ഒരു ചെറുക്കനെ കൊണ്ടുവന്നത് എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായെന്ന്. ആ കല്യാണം നടന്നില്ല, പക്ഷെ ആ ഫോട്ടോ ഇവിടെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് കോടതിയിലോട്ട് കൊടുക്കാനുള്ള ഉദ്ദേശമാണ്. അതിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ രേഖകളൊന്നുമില്ലല്ലോ, രജിസ്ട്രേഷൻ ഒന്നും നടന്നിട്ടില്ല, രേഖകളൊന്നുമില്ല. പക്ഷെ എങ്കിലും ഒരു സംശയം ഉന്നയിക്കാൻ ഇവളുടെ മേൽ ഒരു ആരോപണം ഉന്നയിക്കാൻ അത് ആ ഫോട്ടോ മതിയാവും. പക്ഷെ ഞാൻ അപ്പം ഞാൻ പറഞ്ഞു, നീ ഉള്ള കാര്യം ജഡ്ജിനോട് പറയണം, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും തീർച്ചയായിട്ടും. ഞാൻ കോടതിയിൽ 2-3 കേസിനൊക്കെ പോകുമ്പോൾ ഒരു വക്കീലിലെ ആൾക്കാർ ജഡ്ജിനോട് സംസാരിക്കണം. ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊരു കേസുണ്ടായി. കടൽ കയറിയപ്പോൾ ഗവൺമെൻറ് ശ്രദ്ധിക്കാൻ വന്നപ്പോൾ ഞാൻ ജനങ്ങളോട് സമരത്തിന് പോയ കേസാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം എപ്പോഴും. അപ്പോൾ അതിന് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് വക്കീലുണ്ട്, പക്ഷേ ഒരു അപ്പച്ചൻ വന്നിട്ട് പ്രായമുള്ള ആളാണ്, എനിക്ക് വക്കീലൊന്നുമില്ല സാറേ, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് നേരിട്ട് സംസാരിക്കും, ജഡ്ജുമായിട്ട് മജിസ്ട്രേറ്റുമായിട്ട് നേരിട്ട് സംസാരിക്കും. അപ്പോൾ അതൊക്കെ നടക്കും. അപ്പോൾ കോടതിയിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നീയുള്ള കാര്യം പറയണം, അപ്പോൾ അവർക്കത് മനസ്സിലായിക്കൊള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ ഞാൻ ചിന്തിച്ചതേ, ഈ നമ്മൾ ദൈവം സ്നേഹമാണെന്നൊക്കെ പറയുമ്പോഴേ ദൈവം എന്തുമാത്രമാണ് മനുഷ്യനെ കരുതണമെന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ആ കേസ് തോക്കരുത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം അവൾ ചതിക്കപ്പെട്ടതാണ്. അപ്പോൾ തോക്കാനുള്ള മാർഗങ്ങൾ അവൾ തന്നെ അറിയാതെ ഉണ്ടാക്കി വെച്ചിട്ട്, കാരണം അമ്മ ആ വിഷയം പറയണതാണ്, ഇങ്ങനെ പോയി അത് തോക്കാൻ സാധ്യതയുണ്ടെന്ന് പറയണ. അപ്പം നമ്മൾ ഓർക്കും ദൈവം ഇങ്ങനെ വലിയ ഈ നിലം തൊടാത്ത വലിയ കാര്യമാണ് പറയണത്. അല്ല, നമ്മൾ ഭൂമി ചവിട്ടി നിൽക്കുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത്. അപ്പം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ദൈവവും നമ്മുടെ ഭൂമി ചവിട്ടി നിന്നുകൊണ്ടാണ് നമ്മുടെ വിഷയങ്ങൾ ഇടപെടുന്നതെന്ന് ഓർക്കണം. അപ്പം എൻ്റെ മക്കൾ എന്ന് വെച്ചാൽ എപ്പോഴും അവിടെ അതാണ് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് 40-ാം സങ്കീർത്തനം 40:2 ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവയ്പുകൾ സുരക്ഷിതമാക്കി. അപ്പൊ ദൈവത്തിന്റെ പണിയാണ് എന്താണ്? ഇപ്പം നമ്മൾ ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്ന ഒരു ജീവിതം നമുക്കുള്ളത്. നമ്മളെ രക്ഷിക്കാനും അനുദിനം കണ്ണുനീർ ഒപ്പാനും നമ്മുടെ ദൈവവും നമ്മുടെ ഭൂമി ചവിട്ടി നിൽക്കുകയാണ്. ആ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ് അവിടുന്ന് നമ്മുടെ ജീവിതത്തെ പാറയിൽ ഉറപ്പിച്ചു. എന്നുവെച്ചാൽ ആ ദൈവവചനം അനുസരിച്ച് ജീവിക്കണത് പാറയിൽ കാലുറച്ച് ചവിട്ടുന്ന തുല്യമാണ് ശരിക്കും പറഞ്ഞത്. ഒന്നുമില്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയായി. പക്ഷേ ഈ കാലങ്ങളിൽ നീ ദൈവത്തിലേക്ക് തിരിച്ച് വന്നെങ്കിലും കർത്താവ് നീ നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഒരാളെ അതാണ് എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്നൊരു വചനമില്ലേ?
സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അതാണ് ദൈവം. നമ്മൾ ദൈവത്തിന്റെ ആളായി കഴിഞ്ഞാൽ നമ്മൾ അഴിഞ്ഞു പോകാനാ തകരാനാ ദൈവം അനുവദിക്കത്തില്ല. 1 മണിക്കൂർ നേരത്തെ ദൈവത്തിന്റെ ആളാകാൻ നോക്കുക. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.